അതിന് അവള് കുറച്ചു ദിവസം ഇവിടെ ഇരിക്കാൻ വന്നല്ലേ, അത് കഴിയുമ്പോ അവൾ പൊക്കോളും. ഞാൻ ഉമ്മാന്റെ അടുത്തല്ല ചോദിച്ചു, ജസ്റ്റ് ഞാൻ അടുത്താ അവള് പറയട്ടെ. അതിനിപ്പോ ഞാനെന്തത്ര പറയാനുള്ളത്, ഉമ്മ പറഞ്ഞില്ലേ കുറച്ചു ദിവസം കഴിഞ്ഞ ഞാൻ പോവും. ഓ അപ്പൊ ഉമ്മയും മോളും തമ്മിലുള്ള ഒത്തുകളിയാണ് അല്ലേ? ഒത്തുകളിയോ? നീ എന്തൊക്കെയാടാ പറയണത്? ഡീ സത്യം പറ, നീ അളിയനെ വഴക്കിട്ടിട്ട് ഇറങ്ങി വന്നല്ലേ? രണ്ടാളും അങ്ങോട്ട് കൂടെ നോക്കി നിൽക്കണ്ടേ, കാര്യം പറ. നീ അവിടെ നിന്ന് വഴക്കുണ്ടാക്കിട്ട് ഇറങ്ങി വന്നടി. എന്താ മത്, നിങ്ങൾക്കും ബോധമില്ലേ? സ്വന്തം ആളെ ഭർത്താവിനെ ഇവിടുന്ന് വഴക്കുണ്ടാക്കിട്ട് ഇറങ്ങി വന്നാലേ അവളെ ഇവിടെ പിടിച്ചു നിർത്തുക ചെയ്യാ. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളവിടെ കൊണ്ടാക്കി കൊടുക്കാണ്ട് എത്രയെന്ന് വെച്ചിട്ടാടി നീ ഇവിടെ അങ്ങനെ ഇരിക്കുക? നീ ഇങ്ങനെ ഇരുന്നാലേ ജീവിതകാലം മൊത്തം നീ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. നീ ഒന്ന് നിർത്തിക്ക. നീ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ കടന്ന് കുറയ്ക്കുന്നത്? എന്റെ മകളെ അവിടുന്ന് വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിലേ അതിന് കാരണമുണ്ട്. നിന്റെ കുഞ്ഞാര അളിയനില്ലേ, അവന് എന്റെ മകളെ തല്ലി, അതും ആ പണ്ടാര തള്ളന്റെ വാക്കും കേട്ടിട്ട്. പാവം എന്റെ മകള്. അത് വന്നു കയറുമ്പോ നീ അതിന്റെ മുഖം ഒന്ന് കാണണായിരുന്നു. കവിളത്ത് അടിയും കൊണ്ടിട്ട് ചോകാന്നുണ്ടായിരുന്നു അതിന്റെ കവിള്. എന്റെ മകൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ തള്ളിന്റെ ആ പണ്ടാര തള്ള, ആ തള്ള എന്റെ മകൾക്ക് അവിടെ ഒരു തൊഴിലും കൊടുക്കണില്ല. പിന്നെ അവനും ഉമ്മയും മകനും കൂടിയിട്ട് എന്റെ മകളും അവിടെ ഇട്ട് ദ്രോഹിക്കാണ്. പിന്നെ എങ്ങനെയാണ് ഞാൻ അവളെ അങ്ങോട്ട് വിട്ടാക്കുന്നത്? എന്റെ മകളെ ഇവിടെ ഇരിക്കട്ടെ, ഇത് അവളുടെ കൂടി വീടല്ലേ, അവളെ ഞാൻ നോക്കിക്കോളാം. അവളെ നോക്കാനുള്ള വകയൊക്കെ എന്റെ കയ്യിലുണ്ട്, അത് പറഞ്ഞിട്ട് നീ പേടിക്കണ്ട. അല്ല, ഇതൊക്കെ ആരാണ് നിന്റെ ചെവിയിൽ എത്തിച്ചത്? ഓ, ഈ ഒരുമ്പട്ടോളായിരിക്കും ഇവൾക്ക് ഇവിടെ. അതല്ലാണ്ട് വേറെ എന്താ പണി? അല്ല, നിനക്ക് എന്തിന്റെ കടാടി? നിനക്ക് എന്താ എന്റെ മകൾ ഇവിടെ നിന്നാല്? ഓ, ജസ്റ്റിന് ഇവിടെ നിന്നാലേ നിനക്ക് നിന്റെ ഇഷ്ടത്തിനൊന്നും ഇവിടെ വിലസാൻ പറ്റില്ലല്ലോ അല്ലേ? നിന്റെ അധികാരമൊന്നും ഈ വീട്ടിൽ കാട്ടാൻ പറ്റില്ലല്ലോ, അതായിരിക്കും. അത് ശരിയമ്മ, ഇവളെന്നെ ആയിരിക്കും ഇക്കാന്റെ ചെവിയിൽ ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണത്. അല്ലെങ്കിലും ഇവൾക്കാനെ കണ്ണെടുത്താ കണ്ടുകൂടാ. എന്റെ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കി നടക്കുകയുള്ളൂ. ഇനി രണ്ടാളും കൂടി അവളുടെ മക്കിട്ട് കയറാൻ നിൽക്കണ്ട. അവൾ എന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയണ കേസ് പോലും എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇതൊക്കെ അറിഞ്ഞത് ഞങ്ങളിപ്പോ പുറത്തു പോയപ്പോഴേ അളിയനെ കണ്ടിട്ടുണ്ടായിരുന്നു. അളിയന എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു, വിശദീകരിച്ച് തന്നെ പറഞ്ഞു തന്നു. ഓ, അവൻ പറയണതൊക്കെ ആര് കേൾക്കാനാ? നീ അവൻ പറയണമെന്ന് വിശ്വസിക്കണ്ടാട്ടോ. അവനെയാണ് ആദ്യം കൊടുക്കേണ്ടത്. ഇക്കാലത്തും ഉണ്ടോ ഇങ്ങനാണെങ്കിൽ ഉമ്മാന്റെ കുണ്ടീൻ്റെ ഉള്ളിൽ മുളയുന്നത്? ഞാൻ കണ്ടിട്ടില്ലടാപ്പാ ഇങ്ങനെ ഒരു കോലം. നിങ്ങളെ അളിയനെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. നിങ്ങളുടെ മകൾ അത്ര നല്ല പുള്ളിയൊന്നല്ല. നിങ്ങളുടെ മകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. എന്ത് കാര്യങ്ങള്? നിങ്ങളുടെ അടുത്തോളം എന്താ പറഞ്ഞത്? അളിയനുള്ള തല്ലിന്നില്ലേ? ഇന്നലെ തല്ലിയത് അളിയനല്ല, ഇവളാ. അതും അവളുടെ അമ്മായിമ്മനെ. നിക്കണ കണ്ടില്ലേ, കള്ളി അവള്, പേരും കള്ളി. ഓരോന്ന് പറഞ്ഞിട്ടേ ദിവസം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇവളുടെ പണി. ശരിക്കും പറഞ്ഞാൽ ഇവളിനെയും കൊണ്ടാണ് അവർക്ക് രണ്ടാൾക്കും തൊഴിരക്കേട്. എന്നിട്ട് കവിള് ചായം വെച്ച് തേച്ചിട്ട് അടികൊണ്ട പാടാന്നും പറഞ്ഞിട്ട് വന്നേക്കാള്. ഉമ്മ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞോളം മനസ്സിലാക്കിയിട്ടേ മര്യാദയ്ക്ക് അവിടെ കൊണ്ടാക്കി കൊടുക്കാൻ നോക്കിക്കോളി. ഇപ്പോഴൊക്കെ മകളോട് വന്നിരിക്കുമ്പോഴേ നല്ല രസമായിരിക്കും. കുറച്ചുകൂടി കഴിഞ്ഞാലേ ആ രസമൊന്നും ഉണ്ടാവില്ല.